നമസ്തേ. വിഷ്ണുമായ പുരാണം ഇത് മൂന്നാം ഭാഗമാണ്. കൂളിവാക സ്വരൂപയായിട്ട് വന്ന പാർവതി ദേവി വിഷ്ണു മായയ്ക്ക് ജന്മം കൊടുക്കുന്ന മൂന്നാം ഭാഗം. മഹാദേവനും മായ രൂപമായ കൂളിവാകയും ആയുള്ള സംഗമത്തിൽ ഉണ്ടാകുന്ന രേതസിനെ ഒരു ചണ്ണക്കിഴങ്ങിൽ നിക്ഷേപിച്ചിട്ട് അത് പാർവതീദേവി അംബര എന്ന കൂളിവാകയ്ക്ക് ഭുജിക്കുവാൻ കൊടുത്തു. അങ്ങനെ ഭുജിക്കുവാൻ കൊടുത്ത ആ ചണ്ണക്കിഴങ്ങ് കയ്യിൽ കിട്ടിയപ്പോൾ വളരെ ആഹ്ലാദപൂർവം ആയി അവളുടെ മനസ്സ്. മഹാവിഷ്ണുവിൻ്റെ ശക്തി ചൈതന്യങ്ങളും ഒക്കെ ഭഗവാൻ വിഷ്ണുമായയ്ക്ക് പ്രദാനം ചെയ്യുമെന്നുള്ള വാക്കുകളും അതിനുശേഷം ദേവി പാർവതി ദേവി പറയുകയാണ് കൂളിവാകയോട്, ഈ യുഗങ്ങളിലെല്ലാം വിഷ്ണുമായ ചൈതന്യം വളരെ പെരുമയാർജിക്കുന്നതായിരിക്കും. ഈ കലിയുഗത്തിൽ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ആ കലിയുഗ മൂർത്തിയായുടെ പ്രഭാവമായിരിക്കും ഭൂമിയിൽ എല്ലാ ചരാചരങ്ങൾക്കും ശാശ്വതമായ സ്ഥിരമായ ഒരു സുഖകരമായ അവസ്ഥയെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവർ ശരണം പ്രാപിക്കേണ്ടത് എന്ന് പാർവതി ദേവി കൂളിവാകയോട് പറയുകയാണ്. വിഷ്ണുമായ കുട്ടിച്ചാത്തൻ വിചാരിച്ചാൽ എത്ര ചാത്തന്മാരെ വേണമെങ്കിലും ഉത്ഭവിക്കാൻ പറ്റുമെന്നും അതിൽ ദേവിയുടെ 64 കലകൾ ചേരുമെന്നും ഭഗവതിയോട് പറയും. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ഈ കൂളിവാക ഒരു സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, കൂളിവാക പാർവതി ദേവി കൊടുത്ത ചണ്ണക്കിഴങ്ങ് കുട്ടയിലിട്ട് കഴുകുമ്പോൾ 10,007 കുട്ടിച്ചാത്തന്മാർ അതിൽ നിന്ന് പുറത്തു വരുന്നെന്നും അതിലെ ഒരു ഭാഗം കൂടെ തന്റെ തുടയിൽ വലത്തു തുടയിൽ വെച്ച് കെട്ടി, ആ വലത്തു തുടയിൽ വെച്ച് കെട്ടി അതിൽ നിന്നും ഒരു കോമളരൂപനായ ചാത്തൻ ഉത്ഭവിക്കുന്നുവെന്നും അതിനെ കരിനീലിയമ്മയും വനശ്രീ മാതാവ്, അതായത് അമ്മ വനശ്രീ മാതാവ് തന്റെ അംശാവതാരം താൻ തന്നെയായ കരിനീലിയമ്മയും ഒക്കെ മുലയൂട്ടുകയും വാരി പുണർന്നെടുക്കുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുവെന്നും സ്വപ്നം കാണുകയാണ്. 10,007 കുട്ടിച്ചാത്തന്മാർ കുട്ടയിൽ നിന്നും പുറത്തു വന്നെന്നും സ്വപ്നം കണ്ടു. അങ്ങനെ ഇരിക്കെ ഈ കുട്ടികൾക്കെല്ലാം സ്വപ്നമാണ് കേട്ടോ, ഈ കുട്ടികൾക്കെല്ലാം 28 കിട്ടേണ്ട സമയമായി. ഒരു വലിയ കുട്ടയ്ക്കകത്ത് ഇതിനെല്ലാം പറക്കിയിട്ടിട്ട് കൈലാസത്തിലേക്ക് പോവുകയാണ് തലയിൽ വെച്ചിട്ട്. ആരെടുത്താ? നല്ലച്ഛൻ്റെ അടുത്ത്, പരമേശ്വരൻ്റെ അടുത്ത്, മഹാദേവനെ കാണുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് ഇതെല്ലാം കുട്ടികളല്ലേ, ഇതെല്ലാം ഓരോന്ന് ചാടി ഒക്കത്തിരിക്കും വരണം, എവിടെ ഇരിക്കും വരണം, വയറ്റത്തിരിക്കും വരണം, ചെവിയിലിരിക്കും, ഇങ്ങനെ ശല്യമാണ്. അങ്ങനെ ഇതിനെല്ലാം പറക്കി വീണ്ടും കുട്ടയിലിട്ട് വീണ്ടും ചാടിപ്പോവും. അങ്ങനെ പറക്കി എടുത്തിട്ടൊക്കെ എങ്ങനെയെങ്കിലും കൈലാസത്തില് എത്തുകയാണ്, ഭഗവാന്റെ അടുത്ത് എത്തുകയാണ്. അങ്ങനെ എത്തുന്ന സമയത്ത് ഭഗവാൻ ചോദിക്കും, എന്തിനാ പെണ്ണെ നീ വന്നത്, എന്താ കാര്യം, എന്താ വിഷയം? നല്ലച്ച, പരമേശ്വര, പൊന്നച്ച, ഇവർക്കൊക്കെ 28 കിട്ടണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് തന്നത്. ശരി, നീ ഒരു കാര്യം ചെയ്യൂ. എന്താ ചെയ്യേണ്ടത്? പോയി പിടിവള്ളി പാർവള്ളി എല്ലാം കൊണ്ടുവരും, എല്ലാവർക്കും 28 കെട്ടി പേര് വിളിക്കാം എന്ന് പറയുമ്പോ പാർവതി ദേവി അല്ല, കൂളിവാക പാർവതി ദേവി തന്നെയാണ്. പാർവതി ദേവി എന്ന് വായിൽ വന്നാലും തെറ്റല്ല, പാർവതി ദേവി തന്നെയാണല്ലോ. കൂളിവാക പോയി പിടിവള്ളി പാർവള്ളി എല്ലാം കൊണ്ടുവന്നു. ഭഗവാൻ നല്ലച്ഛനെ, പരമേശ്വരനെ കയ്യിൽ കൊടുത്തു. ഭഗവാൻ എല്ലാവർക്കും പേര് വിളിക്കുവാനായി തുടങ്ങി. ആദികുട്ടി, കരിങ്കുട്ടി, അനാദിക്കുട്ടി, അങ്ങനെ 10,007 പേർക്കും പേര് വിളിച്ചു. 10,008 ആര്? 10,008 ആദ്യ കുട്ടി
ആദ്യമാം പൊന്നുണ്ണി മായച്ചാത്തൻ എന്ന് പറഞ്ഞ് മടിയിൽ ഇരുത്തുന്ന സമയത്ത് കുട്ടിച്ചാത്തൻ വിഷ്ണുമായ നല്ലച്ഛന്റെ മടയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ചോദിച്ചു, പിടിവള്ളി കൊണ്ടും പാർവള്ളി കൊണ്ടും 28 ഈ കെട്ട് കെട്ടാൻ ഞാൻ എന്തോ കള്ളനോ ദുഷ്ടനോ തെമ്മാടിയോ ഒക്കെയാണോ ഞാൻ എന്ന് ചോദിച്ചിട്ട്, എനിക്ക് കെട്ടണമെങ്കിൽ എന്റെ അമ്മയായ മാതാവായ പാർവതി ദേവിയുടെ ഇടത്തെ തുള്ളിൽ കിടക്കുന്ന ഉത്തരീയത്തിന്റെ നൂല് എടുത്തിട്ട് ഏകനൂലെടുത്തിട്ട് നവരസ കല്ല് ചേർത്ത് 3 പിരി കൂട്ടി 3 പിരി മുപ്പിരി കൂട്ടിക്കെട്ടി ബ്രഹ്മസം കൂടുതലാക്കി എനിക്ക് ചാർത്തി തരണമെന്ന് ഭഗവാനോട് വിഷ്ണുമായ കേട്ട് ഭഗവാൻ എന്ത് ചെയ്തു? അങ്ങനെ പൂണൂലാക്കി വിഷ്ണുമായിക്ക് കെട്ടിക്കൊടുത്ത് തീർന്നില്ല, അവിടെയും തീർന്നില്ല പ്രശ്നം. എനിക്കും എന്റെ അമ്മയ്ക്കും സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ടൊരു വാഹനം വേണമെന്ന് പറയുന്നു. ചെമ്പൻ ചെറുപോത്തിനെ, എന്റെ കൃഷിയിടങ്ങൾ എനിക്ക് കൃഷി ചെയ്യുവാനും യാത്ര ചെയ്യുവാനും വേണ്ടിയിട്ട് വാഹനം വേണം, ചെമ്പൻ ചെറുപോത്തിനെയും ആവശ്യപ്പെട്ടു. ഈ സമയമായപ്പോഴത്തേക്കും കുളിവാകപ്പെട്ട് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. 335 ചാത്തന്മാർക്ക് അവിടെ പ്രസവിക്കാൻ തുടങ്ങി. അടുത്ത ഭാഗം